ഹലോ ഫ്രണ്ട്സ്, ഈ സ്ഥലം എങ്ങനെയുണ്ട്? നല്ല മനോഹരമായൊരു സ്ഥലമാണ്. കണ്ടോ, അതിഭയങ്കരമായ ആഴമാണ്. ശരിക്കും മീനതി കിടപ്പുണ്ട്. ഈ മീനെന്നൊന്നും പിടിക്കാൻ പറ്റത്തൊന്നുമില്ല, അതിഭയങ്കരമായ മീനുകളാണ്. നല്ല രസമല്ലേ ചുറ്റും. ഒരു കാലത്ത് ഇവിടെയൊക്കെ എന്തുവായിരുന്നായിരിക്കും, വലിയ വനവും ഈ പാറയൊക്കെ ഇതിനൊക്കെ ഒരുപാട് പൊങ്ങി നിന്നായിരിക്കും. കണ്ടോ എന്ത് രസമുണ്ട് കാണാൻ. അകത്ത് നല്ല മീനെ കിടപ്പുണ്ട്. ഇന്ന് ഞങ്ങളൊരു ടെക്നിക്കൽ പരമായിട്ട് മീൻ പിടിക്കാൻ വന്നതാണ്. ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ മീൻ പിടിക്കുന്നത് കണ്ടിട്ട് നമ്മളൊന്ന് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കണ്ടോ, അതിന് ടെക്നിക്കൽ പരമായിട്ട് കെട്ടുവാണിത്. അതിനകത്ത് ഞങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടായിരുന്നു ഇങ്ങനെ മീൻ പിടിക്കുന്നതേ. ഇയാളെന്നും വരുന്നില്ല മീൻ പിടിക്കാൻ ഇവിടെ? വേറെ ആൾക്കാരൊക്കെ മീനെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ മീനെ പിടിച്ചുകൊണ്ട് വരികയാണ്. കണ്ട ഓ, വളർത്താനാണല്ലേ? കണ്ട ചേട്ടൻ ഇതിനകത്ത് വരെ മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഓ ശരി, അങ്ങനെയാണല്ലോ. മൂച്ചമാരുടെ ഈ ഭാഗത്താണ് കേട്ടോ. അമ്മ അങ്ങ് ചെല്ലും. ഓ, അങ്ങ് പോയി. മൈദയാണോ? ആ, മൈദ. നൂല് കിട്ടണം. പുള്ളി എന്നും മൈദ പിടിച്ചു കൊടുത്ത് ഇതിനെ വളർത്തുക. നൂല് മീന് കൊടുക്കാനുള്ള തീറ്റ തയ്യാറാക്കണം. വെച്ചിട്ട് പോടാ. ഇതാ പശുവിനാണ് കൊടുത്തായിരുന്നെങ്കിൽ. ഇയാളെല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോഴേ കരോടെ, ഇയാളെല്ലാ പ്രാവശ്യം ഇവിടെ മീൻ പിടിക്കാൻ വരത്തില്ലേ? അപ്പോൾ ഇവിടുത്തെ മീൻ എന്താ പറയാമെന്നറിയാമോ? ഹായ് സെന്തിൽ മാമൻ, ഞങ്ങൾക്കുള്ള തീറ്റമേ വരുന്നല്ലോ. ഇവിടുത്തെ മീനുകൾ പറയുന്നു. ആ, തീറ്റയോ? ആ, അത് ചിലപ്പം പിന്നെ ഈ ചൂടടിച്ച് കഴിഞ്ഞാണ്ടായിരിക്കും. ഇതെന്തൊക്കെയായിരിക്കും സംഭവം? എലൈറ്റിൻ്റെ മൈദയൊക്കെ മീന് കൊടുക്കണം. ഈ ഒരു വലിയ മീനോട് ചാടി നോക്കടേ, അവിടെ ഓടടിക്കുന്നുണ്ടോ വലിയൊരു മീൻ. കട്ട്ള അല്ലേ? ഈ തുമ്പി വരുമ്പോൾ എടുത്ത് പിടിക്കാൻ ചാടുന്നതായിരിക്കും അല്ലേ? ഇതിനെ മിക്സിങ് തന്നെ സമയം എടുക്കുമല്ലോ. അതൊക്കെ അല്ലേ. ഇതും കൂടെ അങ്ങോട്ടങ്ങണം ഒട്ടും കുറയ്ക്കണം. മറ്റേ ഈ സാധനം ഇച്ചിരി ഇട്ടോ, ഇതും കൂടി ഇട്ടോ. യശോദ അങ്ങനെ അല്ലേ പിടിച്ചോ. ആട്ടി യശോദ നശിപ്പിച്ച്. അതിങ്ങനെ വരുന്ന കാണുമ്പോൾ ആൾക്കാർ ആയിരിക്കും അതിഭയങ്കരമായ മീനായിരിക്കും. എന്ത്
വെള്ളം മാത്രം. ആഹാ, ഓ ഒരുത്തിനെ കിട്ടിയിട്ടുണ്ടല്ലേ. അതിനെ പിടിച്ചേ. ലൈറ്റ് കുറവായിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. ആ കിട്ടി, 2 എണ്ണത്തെ കിട്ടിയല്ലേ. അതിനെ കരക്കിടറേ, പിടിച്ചിടറേ. ആ ഉണ്ട്. ഹലോ കൂട്ടുകാരെ, ആവശ്യം പോലെ മീൻ ചാടുന്നുണ്ടോ? കണ്ടോ വലിയ മീനുണ്ട്. കണ്ടോ എല്ലാ ഇതെടുക്കുന്ന മീനെ ശരിക്കും കിട്ടിയേക്കുന്നുണ്ടോ? കണ്ടോ ചാടുക, നമ്മുടെ ചാട്ടം കണ്ടോ. എൻ്റെ കൂടുതൽ ചാടിയാവും ചട്ടി വീഴും. കണ്ടോ അത്രയും മീനാണ് അതിനകത്ത്. നോക്കിയാണ് കണ്ടോ, അത്രയും മീൻ അതിനകത്ത്. കണ്ടെന്ന് വെച്ചാലായിട്ട് തോന്നുന്നതായിരിക്കും, എന്നാലും അത്യാവശ്യം സൈസ് ഉണ്ട്. കണ്ടോ അത്യാവശ്യം സൈസ് കിട്ടും. ഹായ്, ഹലോ കൂട്ടുകാരെ. നമ്മൾ മീൻ പിടിക്കാൻ പോയല്ലേ. ഇന്ന് നമ്മൾ പിടിക്കാൻ പോയത് കിട്ടിയ മീൻ ഇത്ര മീനാണ് കിട്ടിയത്. എന്തൊക്കെ വേളമായിരുന്നു. ഒരുപാട് മീനെ കിട്ടുമെന്ന് ചോദിച്ചു പോയിട്ട് ഇന്ന് കിട്ടിയ മീൻ ഇത്രയാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള മീനൊന്നും കിട്ടിയില്ല. നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. അടുത്ത പരിപാടി അതാണ്. നമുക്ക് ഈ മീനെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്തോ കട്ട് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആ നല്ല വൃത്തിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കൂട്ടുകാരെ. ഫ്രൈ ചെയ്തെടുക്കണം. തലയെല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ ഇതൊന്നും കാണത്തില്ല. ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്ത് മീനാണെന്നറിയാമോ അത്? പേരെന്തോ? കട്ട്ല എന്നൊക്കെ അയാൾ പറയുന്നത് കേട്ട്. കട്ട്ലയുടെ കുഞ്ഞുങ്ങളാണ്. ആ അതിൻ്റെ കുഞ്ഞുങ്ങളായത്. ഇതിനെയും വലുതാവുമായിരിക്കും. എന്തുവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പിട്ട് കഴുകണം. ഇതിനകത്തിട്ട് കഴുകിയാൽ അങ്ങനെ ഇതാവുമോ? നമ്മുടെ മൺചട്ടിക്കകത്ത് കഴുകുന്നതിൻ്റെ അത്ര ഇത് കിട്ടുമോ? പിന്നെന്താ ഇത്രയല്ലേ ഉള്ളൂ. കട്ട് ചെയ്യുന്ന പിന്നെ ഇതൊന്നും ഇല്ല സംഭവം. അതിനെ പുളി ഇടുന്നത്. പുളി ഇട്ട് കഴിഞ്ഞാണ്ടല്ലേ ഈ തോട്ടിലൊക്കെ മീനായതുകൊണ്ടേ, തോട്ടിലെ മറ്റേ സ്ഥലത്തിലെ മീനൊക്കെ ആയതുകൊണ്ട് നല്ല ചേറിൻ്റെ ചെവാണ്. ഇതിന് ചേറോട്ടിരിക്കുന്നത് ചേറല്ല, എന്നാലും ഇതിന് ഈ ഒരു മീൻ വല്ലാത്തൊരു ഇതാ. കുറച്ച് പുളിയൂരൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത്ര ഏത് മീനായാലും ഇച്ചിരി പുളിയൊക്കെ ഇട്ട് മേടിയാലേ പുളിയിട്ട് കഴിയാൻ ഉലുമ്പൊക്കെ പോകും അതിൻ്റെ. ഈ മീനെന്നല്ല, ഏത് മീൻ നമ്മൾ ഏത് മീൻ മേടിച്ച് ഇച്ചിരി പുളിയിട്ട് കഴുകിയ. നമ്മുടെ മുറ്റത്തിൽ പുളി നിൽക്കുന്നുണ്ടല്ലോ. വീട്ടിൽ പുളി ഉണ്ടായതുകൊണ്ടല്ല, അതുകൊണ്ടല്ലല്ലോ. ഏത് മീനിട്ട് ഏത് മീനും പുളിയിട്ട് കഴുകിയ നല്ല വലിയ ഉലുമ്പ് പോകും. മസാല പൊടിപ്പോയി. മസാല പൊടിപ്പോയോ? എന്തൊക്കെ മിക്സ് ചെയ്തേക്കണം? എന്തൊക്കെ മിക്സ് ചെയ്തേക്കണം? അങ്ങനത്തോ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാന്താരി, വെളുത്തുള്ളി, ഉപ്പ്, ഉലാപ്പൊടി, ഇത്രയുണ്ട്. എത്രയുടെ മിക്സ് ചെയ്തല്ലേ? ഇത്രയായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ വറുത്തങ്ങോട്ട് തിന്നണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ശരിയല്ലേ? എണ്ണ ഒഴിച്ചു.
തിളയ്ക്കുന്നുണ്ട്. നമ്മളല്ലേ ക്യാമറ ഈ ഫോണൊക്കെ പിടിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചാട്ടൊക്കെ ഉണ്ടാകും കേട്ടോ. നാളെ ചോറ് വേണം കേട്ടോ. നാളെ കൊണ്ടുപോയി എണ്ണ കിടന്നങ്ങോട്ടെ നമ്മുടെ ജീവമച്ചൻ പറഞ്ഞത് മീൻകുട്ടന്മാരെ അവിടെ ഇട്ട് എണ്ണയ്ക്കകത്തൊരു ഇടങ്ങോട്ട് കുളിക്കട്ടെ. ഇത് നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് ചേർത്തേക്കുന്ന കാന്താരിയാണ്, കാന്താരി മുളക്. ഇതിനൊക്കെ കാന്താരി മുളകൊക്കെ ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് വരുന്നത്. അറിയോ കാന്താരി മുളക്, കുരുമുളകും കാന്താരി മുളകും ഒക്കെ ആണ്. അതിന് നല്ല ടേസ്റ്റായിരിക്കും. വെളുത്തുള്ളിയുടെയൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റായിട്ട് കാണേണ്ടത്. ഭംഗിക്ക് കറിവേപ്പില ഇടും. അപ്പം അതുകൂടെ കിടക്കട്ടെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം ബാക്കി ഇടാം. അല്ലെങ്കിൽ വീഡിയോ വേണമെന്ന് ലെങ്തായി പോകും. അല്ലാതെ തന്നെ ഇപ്പോൾ ആൾക്കാർക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോയിട്ട് കഴിഞ്ഞാൽ കാണണ്ട. ഇവിടെ മൊത്തം എറുമ്പായ ഞാൻ പറഞ്ഞപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ സംഭവം. സത്യമായിട്ട് പറഞ്ഞാൽ നല്ല ആടാർ ഏരിയ ആണ് കേട്ടോ. അത് അടിപൊളി ഏരിയ ആയിരുന്നു. പക്ഷെ കൊള്ളാം. മീൻ എങ്ങനെയുണ്ട്? മീൻ നല്ല സൂപ്പറാണ്. പക്ഷേ വലിയ മീനാണെങ്കിൽ കുറച്ചുകൂടെ ഗംഭീരമാണ്. പക്ഷെ നല്ല അടിപൊളി എരിയുണ്ട്. എരി ഉപ്പൊക്കെ ശരിയായിട്ടുണ്ട്. സംഭവം കൊള്ളാം. ഒന്ന് കഴിച്ചു നോക്ക്. പിന്നെ സൂപ്പർ അല്ലേ? നമ്മൾ കാന്താരി മുളക് കിട്ടുമ്പോൾ ശരി കൂടെ കൂടും. അങ്ങനെയുണ്ട്. പൊടിച്ചില്ലേ? ഒരു രക്ഷയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. എന്താ പറയുക? സബ്സ്ക്രൈബ് ചെയ്യണം. കമന്റ് ചെയ്യണം.